നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ലോകത്തെ ഏറ്റവും ഡിമാൻഡുള്ള PG കോഴ്സായിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുള്ളത് MBA, മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സാണ്. ഞാനും ഒരു MBA കാരനാണ്. എൻ്റെ PhD മാനേജ്മെന്റിലായിരുന്നു, MG യൂണിവേഴ്സിറ്റി കോട്ടയം. അപ്പോൾ ഈ MBA കോഴ്സ് ഇത് വ്യത്യസ്തമായിട്ടുള്ള 4 MBA കോഴ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് പഠിക്കുവാൻ പറ്റുന്ന 4 MBA പ്രോഗ്രാംസ്. അതിലൊന്ന് 100% ജോബ് അഷ്വറൻസോടെ MBA പഠിക്കുവാനുള്ള അവസരമാണ്. മറ്റൊരു പ്രോഗ്രാമിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് MBA പഠനത്തിന് ശേഷം നിങ്ങളുടെ ഇന്റേൺഷിപ്പും അതേപോലെ പ്ലേസ്മെന്റും ഒക്കെ വിദേശത്ത്, പ്രത്യേകിച്ച് ദുബായിലൊക്കെ നേടുവാനുള്ള അവസരങ്ങളുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ കാണുന്ന സ്പെഷ്യലൈസേഷൻ കൂടാതെ 4ാം വ്യവസായ വിപ്ലവം, ഇൻഡസ്ട്രി 4.0 പോലെയുള്ള മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന MBA കുറിച്ച് വരെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തിന്? വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് മികച്ച MBA നേടുന്നതിനുള്ള അവസരങ്ങൾ വരെ. അതല്ലെങ്കിൽ ഏറ്റവും മിനിമം ഫീസിൽ ടോട്ടൽ ഒരു 40,000 രൂപയ്ക്ക് MBA നേടുന്ന അവസരങ്ങൾ വരെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഹൈ റേറ്റഡ് ആയിട്ടുള്ളത് മുതൽ കുറഞ്ഞ ചെലവിലുള്ള MBA പ്രോഗ്രാം വരെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ ഒരു MBA പഠനം നോക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള 4-5 MBA പ്രോഗ്രാമിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ലഭ്യമായിരിക്കുന്ന മികച്ച ചില MBA പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് MBAയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങൾ ആമുഖമായിട്ടൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഒന്ന്, ഈ ഏത് MBA കോഴ്സിന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു എൻട്രൻസ് ടെസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് എടുത്തിരിക്കണം എന്നുള്ള കാര്യം അറിയുക. ഉദാഹരണത്തിന് CAT അല്ലെങ്കിൽ MAT, ഇതൊന്നും അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ KMAT പോലെയുള്ള ഏതെങ്കിലും ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതുക, അത് ക്വാളിഫൈഡ് ആവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഓർക്കുക, വലിയ സ്കോറൊക്കെ നേടിയാൽ മികച്ച B സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടും. ഇനി അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ ക്വാളിഫൈഡ് ആവുക, എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ MBA അഡ്മിഷൻ ആഗ്രഹിക്കുന്നവര് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എൻട്രൻസിന് ഓപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം ആദ്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ MBA പഠനത്തിന് വേണ്ടിയിട്ട് AICTEയുടെ ഒരു മാനദണ്ഡമാണ് ഡിഗ്രിക്ക് മിനിമം 50% മാർക്ക് നേടിയിരിക്കണം എന്നുള്ളത്. ഇനി നിങ്ങൾ SC ST അങ്ങനെ എന്തെങ്കിലും ഒരു റിസർവേഷൻ ഉള്ള കാറ്റഗറി ആണെങ്കിൽ 40% ആണെങ്കിലും മാർക്ക് മതിയാവും. അല്ലാത്തവർക്ക് മിനിമം 50% മാർക്ക് നേടിയിരിക്കണം എന്നുള്ള കാര്യം അറിയുക. മൂന്നാമത്, ഈ MBAക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് PGDM അല്ലെ PGDA എന്നൊക്കെ അറിയപ്പെടുന്ന ചില കോഴ്സുകൾ. ഉദാഹരണത്തിന് IIM പോലെയുള്ള സ്ഥാപനങ്ങൾ PGDM ആണ് നടത്തുന്നത്. ഇതിനൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ MBAക്ക് ഒരു യൂണിവേഴ്സിറ്റി ബാക്കിങ് വേണം. എന്നാൽ പല B സ്കൂളുകളും ഈ യൂണിവേഴ്സിറ്റി ബാക്കിങ്ങിന് താല്പര്യപ്പെടാറില്ല. കാരണം യൂണിവേഴ്സിറ്റിക്ക് അവരുടേതായ സിലബസുകളുണ്ട്. ആ സിലബസിൽ എപ്പോഴും ചേഞ്ചസ് ഒന്നും വരുത്താൻ ഒരുപക്ഷെ യൂണിവേഴ്സിറ്റി അനുവദിച്ചു എന്ന് വരത്തില്ല. എന്നാൽ ഈ B സ്കൂളുകൾ അവരുടെ സിലബസ് ഓരോ വർഷവും പുതുക്കുന്നതിനാൽ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിനാൽ അവർക്ക് ഒരു ഫ്രീഡം വേണ്ടതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും MBA എന്നതിന് പകരം PGDBA അല്ലെങ്കിൽ PGDM പോലെയുള്ള പ്രോഗ്രാംസ് ആയിരിക്കും ഓഫർ ചെയ്യുക എന്നുള്ള കാര്യം കൂടി അറിയുക. അപ്പം മികച്ച രീതിയിൽ MBA പഠനത്തിന് നമ്മുടെ കേരളത്തിൽ ലഭ്യമായിരിക്കുന്ന ഒരു അവസരം എയ്മർ ബിസിനസ് സ്കൂളിലാണ്. കോഴിക്കോട് മാർക്കസ് നോളജ് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എയ്മർ B സ്കൂൾ എന്നുള്ളത്. അവരുടെ ഈ പ്ലേസ്മെന്റിനെ കുറിച്ച് അടുത്ത സമയത്ത് പത്രങ്ങളിൽ വന്ന ചില വാർത്തകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഹിന്ദുവിൽ ഒരു വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: എയ്മർ B സ്കൂൾ ഇനോഗ്രൽ ബാച്ച് സെറ്റ്സ് റെക്കോർഡ് വിത്ത് ഹയസ്റ്റ് ആവറേജ് സാലറി. നമ്മുടെ കേരളത്തിലെ തന്നെ B സ്കൂളുകളിൽ ഏറ്റവും മികച്ച ആവറേജ് സാലറിയോടെ ഇവരുടെ സ്റ്റുഡൻസ് ജോലിയിലേക്ക് എത്തിയ ഒരു റെക്കോർഡ് ഇവർ സെറ്റ് ചെയ്തു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഇവരുടെ ബ്രോഷറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. ഇവരുടെ 58% ഓഫ് സ്റ്റുഡൻസ് 9.52 lakh പെർ ആനം CTC ഈ ഒരു ശമ്പളത്തിൽ ജോലിയിലേക്ക് എത്തി എന്നാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. ബാക്കിയുള്ള 48% ഓഫ് സ്റ്റുഡൻസ് സ്വന്തം വെഞ്ചേഴ്സ്, സ്റ്റാർട്ടപ്പുകൾ, കമ്പനികൾ, ഓണ്ടർപ്രണർഷിപ്പിലേക്ക് പോയി എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം മികച്ച ശമ്പളത്തോടെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസ് തന്നെ
പാസ്ഡ് ഔട്ട് ആൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് ബാച്ചിനൊക്കെ 15 lakh ശമ്പളമാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവരെ സൂചിപ്പിച്ചത്. അപ്പം മികച്ച ശമ്പളത്തില് മികച്ച ജോലിയിലേക്കൊക്കെ എത്തുവാനായിട്ട് ഒരുപക്ഷെ ഈ ഒരു ബി സ്കൂള് ഹെൽപ്ഫുൾ ആയേക്കാം. ഇവിടെ ഒരു പ്രത്യേകത അവർ സൂചിപ്പിക്കുന്നത് ദുബായ് ഇമേഷൻ പ്രോഗ്രാം, ഒരു ഗ്ലോബൽ ഇമേഷൻ പ്രോഗ്രാം ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭ്യമാകും എന്നുള്ളതാണ്. അതായത് ദുബായ് പോലെയുള്ള നഗരങ്ങളിൽ ഒരുപക്ഷെ ഇന്റേൺഷിപ്പിൽ ചെയ്യുന്നതിനും അതിലൂടെ പ്ലേസ്മെന്റിലേക്ക് വരെ എത്തുന്നതിനുമൊക്കെയുള്ള അവസരങ്ങൾ ഇവരൊരുക്കും എന്നുള്ളതാണ്. ഇവരുടെ ഒരു കോഴ്സിന്റെ പ്രത്യേകത ഏതാണ്ട് 50% മാത്രമേ ഉള്ളൂ തിയറി ക്ലാസ്സുകൾ. ആ ക്ലാസ്സുകൾ തന്നെ കൂടുതലും ഈ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്നുള്ള എക്സ്പേർട്ടുകളായിരിക്കും ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. ബാക്കി ഒരു 50% അത് വർക്ക് ഇന്റഗ്രേറ്റഡ് ആണ്, അതല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് ആണ്. അത് റിയൽ ടൈം പ്രോജക്റ്റുകൾ ചെയ്യുന്നതിലൂടെ ഇന്റേൺഷിപ്പുകളിലൂടെ തന്നെ പഠനം സാധ്യമാകുന്ന ഒരു അവസരമാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഈ എയിമർ ബി സ്കൂളിന്റെ പ്രത്യേകതകൾ ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇതിന്റെ എലിജിബിലിറ്റി ആയിട്ട് അവർ സൂചിപ്പിക്കുന്നത് ഗ്രാജുവേഷൻ, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ കാറ്റ് പോലെയുള്ള എക്സാമിനേഷനിൽ ഒരു 80% മാർക്കാണ് ഇതിന്റെ ഒരു എലിജിബിലിറ്റി ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഇനി അതിന് കഴിയാത്തവർക്ക് ഇവരുടെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, അത് ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂവിന്റെയും കൂടെ വെളിച്ചത്തിൽ ഇവിടെ അഡ്മിഷന് എടുക്കുവാനായിട്ട് കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ജൂലൈ മാസത്തിലൊക്കെ 2024 ബാച്ചിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവർക്ക് 2 പ്രോഗ്രാംസ് ആണുള്ളത്, ഒന്ന് PG ആണ്, ഒന്ന് UG ആണ്. PG പ്രോഗ്രാം അറിയപ്പെടുന്നത് PG വർക്ക് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്നുള്ള PGWIP. അതേപോലെ BBAക്ക് തുല്യമായിട്ടുള്ള UG പ്രോഗ്രാംസും ഇവരെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇവരുടെ എൻട്രൻസിൽ നല്ല സ്കോർ കിട്ടുന്നവർക്ക് 50% വരെ സ്കോളർഷിപ്പ് ലഭ്യമാകുന്ന അവസരങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയേക്കാം, അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഒരു ടീമിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് 100% ജോബ് അഷുറൻസോടെ MBA പഠിക്കുന്നതിനുള്ള ഒരു അവസരം ഞാൻ സൂചിപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. ഈ MBAയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതല്ല, MBA എൻട്രൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ MBAയുടെ അഡ്മിഷന്, MBAയിൽ ഏതൊക്കെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ഏത് ഓപ്റ്റ് ചെയ്യണം, ഇങ്ങനെ MBAയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതെല്ലാം വിശദമാക്കുന്ന പല വീഡിയോകളും ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ മുമ്പ് നൽകിയിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്കിൽ ചിലത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം, അല്ലെങ്കിൽ ഐ ബട്ടണിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയിൽ കൂടി കണ്ട് MBAയുടെ കൂടുതൽ സ്കോപ്പ് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഈ 100% ജോബ് അഷുറൻസോടെ MBA പഠിക്കാനുള്ള അവസരം ഒരുക്കുന്നത് കിർലോസ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള സ്ഥാപനമാണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് കിർലോസ്കർ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു പ്രവർത്തനമാണ്. കിർലോസ്കർ എന്ന പേര് നമുക്ക് വളരെ പരിചിതമായിരിക്കും. അതുകൊണ്ട് 2 നൂറ്റാണ്ടുകളായിട്ട് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ ലെഗസി ഉള്ള ഒരു കമ്പനിയാണ് കിർലോസ്കർ എന്നുള്ളത്. അവരുടെ ബി സ്കൂളാണ് കിർലോസ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത്. 32 വർഷത്തോളവുമായിട്ട് ഈ എഡ്യൂക്കേഷൻ മേഖലയിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ കിർലോസ്കറിന്റെ PGDM എന്നുള്ള പ്രോഗ്രാമാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. 2 ഇയർ പ്രോഗ്രാം ആയിരിക്കും, റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. 2 ക്യാമ്പസുകളിലാണ് ഇത് ലഭ്യമായിരിക്കുന്നത്. ഒന്ന് കർണാടകയിലെ ഹരിഹർണറിലും അതേപോലെ പൂനെയിലുമാണ് ഇവർക്ക് ക്യാമ്പസുകൾ ഉള്ളത്. ഇവരുടെ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 18 lakh വരെ ശമ്പളമുള്ള ജോലികളിലേക്ക് കുട്ടികളെ എത്തിക്കുവാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആവറേജ് സാലറി 8.5 lakh ആണ്. 100% ജോബ് അഷ്വേർഡ് ആണ്. ഏതാണ്ട് 1800ഓളം കുട്ടികളെ വിവിധ കമ്പനികളിൽ ഇവർക്ക് പ്ലേസ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സാറിന് നമ്മൾ കാണുന്ന ഫിനാൻസ്, മാർക്കറ്റിംഗ്, HR, ഓപ്പറേഷൻസ്, ഇങ്ങനെയൊക്കെ സ്പെഷ്യലൈസേഷൻ കൂടാതെ ബിസിനസ് അനലിറ്റിക്സ്, അതുകൂടാതെ ഇൻഡസ്ട്രി 4.0, 4ാം വ്യവസായ വിപ്ലവവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ, ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, IoT, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുവാനായിട്ട് ഇവിടെ അവസരങ്ങളുണ്ട്. ഡുവൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ കോർ ഒരു സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം ഇവർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവരുടെ ഒരു കോഴ്സിന്റെ ഒരു പ്രത്യേകത ചിലവരോട് സൂചിപ്പിക്കുന്നത് ഇവരുടെ ഒരു PGDM അഡ്വാൻറ്റേജിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏറ്റവും വലിയ പ്രത്യേകത ഇൻഡസ്ട്രിയുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്നുള്ളതാണ്. കിർലോസ്കർ ഗ്രൂപ്പാണ് ഇത് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല കിർലോസ്കർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനും അവിടുത്തെയൊക്കെ എക്സ്പേർട്ട്, അതല്ലെങ്കിൽ തന്നെ മറ്റു കമ്പനികളുടെയൊക്കെ എക്സ്പേർട്സ് ആണ് ഇവരുടെ ഈ ഒരു സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്, ക്ലാസ്സുകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. അതേപോലെ ഇന്റർനാഷണൽ കൊളാബറേഷൻസ് വരെ ഇവർക്കുണ്ട്. മികച്ച പ്ലേസ്മെന്റ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവരുടെ സ്റ്റുഡൻസ് ഒക്കെ പ്ലേസ്ഡ് ആയിട്ടുള്ള ചില കമ്പനികളുടെയൊക്കെ ലോഗോസ്
40% സ്റ്റുഡൻസും ബിഗ് 4, നമുക്കറിയാം വേൾഡിൽ തന്നെ ബിഗ് 4 എന്നറിയപ്പെടുന്ന കുറെ കമ്പനികളുണ്ട്. EY, KPMG, PwC, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, ഇങ്ങനെയുള്ള കമ്പനികളിൽ അല്ലെ ടോപ്പ് MNCകളിലൊക്കെയാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മികച്ച അവസരത്തിലേക്ക് നല്ലൊരു PGDM പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കിർലോസ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കൺസിഡർ ചെയ്യാം. നമ്മുടെ ഒട്ടനവധി മലയാളി കുട്ടികളും പഠിക്കുന്ന ഒരു 2 ക്യാമ്പസുകളാണ് ഇവർക്കുള്ളത്. വളരെ മികച്ച ക്യാമ്പസ് ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനുകളിലാണ്. ഹോസ്റ്റലുകളും മറ്റ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് സൗകര്യങ്ങളൊക്കെ ഇവര് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ജോബ് അഷ്വേർഡ് ആയിട്ടുള്ള PGDM പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഒരു ടീമിൽ നിന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് കഴിയും. ഇനിയും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള MBA പഠിക്കാനുള്ള ചില അവസരങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ചില ആളുകൾക്ക് റെഗുലർ ആയിട്ടുള്ള MBA പഠനം ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണത്തിന് വർക്കിംഗ് പ്രൊഫഷണൽസിന്, അല്ലെ വീട്ടമ്മമാരെ, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളവർക്ക്, അവർക്ക് ഓൺലൈനിലൂടെ ഇപ്പോൾ MBA, അത് AICTയുടെയും UGCയുടെയും ഒക്കെ അപ്രൂവലോടെ റെഗുലർ MBAക്ക് തുല്യമായിട്ട് ഓൺലൈനിലൂടെ MBA പഠിക്കുവാനായിട്ട് ഇപ്പോൾ അവസരം ലഭ്യമാണ്. അങ്ങനെ MBA ഓഫർ ചെയ്യുന്ന 2 സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്ന് ജെയിൻ ആണ്, മറ്റൊന്ന് അമൃത യൂണിവേഴ്സിറ്റിയാണ്. ഈ ജെയിൻ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് ഈ ഓൺലൈനിലൂടെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നൽകുന്ന യൂണിവേഴ്സിറ്റികളിലൊന്ന്. അമൃത യൂണിവേഴ്സിറ്റി നമുക്കറിയാം, നമ്മുടെ തമിഴ്നാട് ആസ്ഥാനമായി കേരളത്തിലൊക്കെ വലിയ പ്രവർത്തനങ്ങളുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അമൃത എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ 7th ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് കണക്കാക്കപ്പെട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ജെയിൻ യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ പെടുന്ന നാക്കിന്റെ A++ ഗ്രേഡിംഗ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഇവരും ഒക്കെ ഓൺലൈനിലൂടെ MBA ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ജെയിൻ്റെ MBAയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ E-commerce, അതേപോലെ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ് പോലെയുള്ള മേഖലകളിലൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ MBA പഠിക്കുന്നതിന്, ഓൺലൈനിലൂടെ പഠിക്കുന്നതിന് ഈ യൂണിവേഴ്സിറ്റികൾ അവസരം ഒരുക്കുന്നുണ്ട്. അതിന്റെ ചില പ്രത്യേകതകൾ, ഇപ്പൊ ജെയിനിന്റെ MBAയുടെ ഒക്കെ പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ MBAകളെല്ലാം ഓൺലൈനിലൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ക്ലാസ്സുകളൊക്കെ കൂടുതലും ഈവനിങ്സിൽ, വീക്കെൻഡ്സിലായിരിക്കും, അതും ഈവനിങ്സിലായിരിക്കും. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ഈവനിങ്സിൽ നിങ്ങൾ ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഇനി എന്തെങ്കിലും കാരണവശാൽ ക്ലാസ് മിസ് ചെയ്താലും, അറ്റൻഡൻസ് ഒന്നും വലിയ മാൻഡേറ്ററി ഒന്നുമല്ല, ഇനി ക്ലാസ് മിസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇവരുടെ LMSൽ പോയിട്ട് റെക്കോർഡഡ് വീഡിയോസിലൂടെ തന്നെ പഠിക്കുവാനായിട്ടും കഴിയും. ഇത് മാത്രവുമല്ല, ഡൗട്ട് ക്ലിയറൻസിനുള്ള അവസരങ്ങൾ. ഇതൊരു റെഗുലർ MBAയുടെ തുല്യമായിട്ട് UGC പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, ഇത് ഒരു റെഗുലർ MBA ലഭ്യമാകുന്ന പല കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് സാധ്യമാവുകയും ചെയ്യും. ഉദാഹരണത്തിന് ഈ ജെയിനിന്റെ ഈ MBAയോടൊപ്പം നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ലേണിംഗിന്റെ ഏതാണ്ട് 20,000-ഓളം ഷോർട്ട് കോഴ്സുകൾ ഓൺലൈനിലൂടെ തന്നെ പഠിക്കുവാൻ ഇവരെ അവസരം ഒരുക്കുന്നുണ്ട്. പഠനശേഷം പ്ലേസ്മെന്റിലേക്കൊക്കെ എത്തുവാൻ ക്യാമ്പസ് ടു കണക്ട് എന്ന പേരിൽ ജോബ് ഡ്രൈവുകൾ ഇവരെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവരുടെ സ്റ്റുഡൻസ് ഒക്കെ പ്ലേസ്ഡ് ആയിട്ടുള്ള ചില കമ്പനികളുടെ ലോഗോകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ പഠനശേഷം ഇവരുടെ ബാംഗ്ലൂർ ക്യാമ്പസിൽ വിളിച്ചിട്ട് കോൺവക്കേഷൻ, ഇങ്ങനെ വലിയ സൗകര്യങ്ങൾ ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. വെർച്വൽ ആയിട്ടുള്ള ലാബുകൾ പ്രാക്ടിക്കലി ചെയ്യുന്നതിന്, ഇങ്ങനെ ഒരു റിയൽ നമ്മൾ റെഗുലറായിട്ട് പഠിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ലഭിക്കുന്നതിനുള്ള അവസരങ്ങളും ഒക്കെ ഇവർ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഈ ജെയിനിന്റെയും അമൃതയുടെയും ഒക്കെ ഓൺലൈൻ MBAയും നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓർക്കുക, ഇത് റെഗുലറിനേക്കാൾ ഫീസ് കുറവായിരിക്കും, എന്നാലും അല്പം കോസ്റ്റ്ലി ആവും. ഉദാഹരണത്തിന് ഈ ജെയിനിന്റെ ഓൺലൈൻ MBAക്ക് ഏകദേശം 2 ലക്ഷം രൂപയാണ് 2 വർഷത്തേന് ഫീസ് വരിക. അമൃതയുടെ അല്പം കൂടി കുറവായിരിക്കും. എന്നാൽ ഇതിലും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും. ഇപ്പോൾ വിജ്ഞാൻ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ വിജ്ഞാൻ യൂണിവേഴ്സിറ്റിയുടെ MBA, വിജ്ഞാനും ഒരു UGCയുടെ നാക്കിന്റെ A++ ഗ്രേഡിംഗ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവരുടെ MBA നിങ്ങൾക്ക് 1 ലക്ഷത്തിൽ താഴെ ഫീസിൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കാം, അത് റെഗുലർ പഠനത്തിന് തുല്യമാക്കി മാറ്റിയിട്ടുണ്ട്. അത് കുറഞ്ഞ ഫീസിൽ പഠിക്കുന്നതിനും അവസരങ്ങളുണ്ട് എന്നുള്ള കാര്യം അറിയുക. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ, ഈ അമൃതയുടെയും ജെയിനിന്റെയും വിജ്ഞാനിന്റെയും ഒക്കെ MBA പഠനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു നമ്പർ നൽകിയേക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു ലിങ്ക് നൽകിയേക്കാം. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇവിടെയൊക്കെ ടീമിൽ നിന്ന് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കും. ഓർക്കുക, ഈ സെലക്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ഓൺലൈൻ MBA പ്രോഗ്രാംസ് ഒക്കെ റെഗുലർ ആയിട്ട് UGC അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ MBA വെച്ചിട്ട് ഗവൺമെന്റ് ജോലികൾക്കോ അല്ലെ വിദേശ പഠനത്തിനോ ഒക്കെ ഉപകരിക്കും എന്നുള്ള കാര്യം. ഈ ഓൺലൈൻ ഡിഗ്രികൾ സെലക്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾക്ക്
ഓൺലൈൻ MBA മാത്രമല്ല മറ്റ് ഡിഗ്രികൾ MCOM, MCA, അല്ലെ BA, BCom, BCA ഇങ്ങനെയുള്ള കോഴ്സുകളും ഒക്കെ ഓൺലൈനിൽ കൂടെ ലഭ്യമാകും. ഇനി പേരിനൊരു MBA ഒക്കെ മതി, പക്ഷെ വളരെ കുറഞ്ഞ ചെലവിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു അവസരം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾക്ക് ഡിസ്റ്റന്റ് ആയിട്ട്, കറസ്പോണ്ടൻസ് ആയിട്ട്, വിദൂര വിദ്യാഭ്യാസത്തിലൂടെ MBA പഠിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു അവസരം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. MBA 20 സ്പെഷ്യലൈസേഷൻ, 20 വിവിധ മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് MBA പഠിക്കുന്നതിനുള്ള അവസരങ്ങളാണ്. ഭാരതിയാർ അല്ലെങ്കിൽ അളഗപ്പ പോലെയുള്ള യൂണിവേഴ്സിറ്റികളുടെ വിദൂര വിദ്യാഭ്യാസം. അപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പരീക്ഷ സെന്ററിലൊക്കെ പോയിട്ട് പരീക്ഷ എഴുതേണ്ടി വരും. മറ്റേ ഓൺലൈൻ ആകുമ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതല്ല, നിങ്ങൾക്ക് ഈ പരീക്ഷ സെന്ററിലൊക്കെ പോയി പരീക്ഷ എഴുതാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ പഠിക്കാനായിട്ട് കഴിയും. ചെലവ് വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന് ഇവിടെ ഒരു 50,000 താഴെ മൊത്തം ഫീസിൽ നിങ്ങൾക്ക് MBA തീർക്കുവാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെ ഈ ഭാരതിയാറിന്റെയും അളഗപ്പയുടെയും ഒക്കെ MBA ഒക്കെ പഠിക്കണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നൽകിയേക്കാം. അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഈ ടീമിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് കഴിയും. അപ്പൊ MBA പഠിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ, വിവിധ അവസരങ്ങൾ, വിവിധ സ്ഥാപനങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതിന്റെ അധികൃതരുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇവരുടെ ബ്രോഷേഴ്സും ഇവരുടെ വെബ്സൈറ്റിലും ഒക്കെ പോയി കൃത്യമായ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.